ഈ എന്നെക്കുറിച്ച് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പലരും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഊഹാഭാവങ്ങളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ കേട്ടതാണ്. ഒരു അംഗം പറഞ്ഞു, BJP ഒരു അംഗം പറഞ്ഞു 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് അടുത്ത വഴിയായിട്ട് നോക്കാം. 23-ാം തീയതി ഇല്ല നമ്മൾ CPM ആയിട്ട് ഒരു ധാരണയില്ല. കാരണം 24-ാം തീയതി അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഞാൻ അറിയുന്ന ടെസിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നുള്ളത്. എന്നോട് പറഞ്ഞു വേറെ ആളെ കണ്ടെത്തുമെന്ന് പറഞ്ഞു പോയിരുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് അറിയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇവർ ഡീലുണ്ടാക്കിയിട്ട് എന്നെ വീട്ടിലേക്ക് ഈ വനിതാ മെമ്പർമാർ ഉൾപ്പെടെ 4 പേര് എന്നെ കാണാൻ വന്നിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനത് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാനൊരു സ്വതന്ത്രനാണല്ലോ. അല്ല, എൻ്റെ വീട്ടിൽ വന്ന് അവർ ചർച്ച നടത്തണം. ഞാനിപ്പോൾ അത് നിഷേധിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാനത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രിന്റ് എടുത്തതിൻ്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് അത് വെച്ച് തന്നിട്ടുള്ളത്. കാരണം ഞാൻ അത് എന്തൊക്കെ ഇപ്പം ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ, അവർ വന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ പുറത്താക്കിയ ആള് അകത്താക്കാണ്ട് എനിക്ക് ഒരു ഡീലും പറ്റില്ല. അത് അവർ ഏറ്റു, ഞങ്ങളത് അകത്താക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസമെങ്കിലും അത് അവർ ചെയ്യണമല്ലോ, അതുകൊണ്ടായിരിക്കാം എടുത്തു. ഈ ഔസേപ്പ് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കൂടെ നിൽക്കാം, അതിനെന്താ കുഴപ്പം, നമ്മൾ ഇത്ര കാലം സഹകരിച്ച് പോകുന്ന ആളുകളല്ലേ. അപ്പോൾ ആദ്യം ഞാൻ വെച്ച ഡിമാൻഡ് എന്നെ അകത്താക്കുക, എന്നെ നിങ്ങൾ തിരിച്ചെടുക്ക്. എന്നെപ്പോൾ പുറത്താക്കിയിട്ട് ഇത്ര നാളുകളായി, ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല, തിരിച്ചെടുക്ക്. അപ്പോൾ അത് അവർ ഏറ്റു, ആ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടി? കാരണം ഞാനൊരു സ്വതന്ത്രനായതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ അവകാശമുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേരിടണേ? 10-10 വെച്ച് ഈ 8ൻ്റെ കൂടെ 2 കൂടി ചേരുമ്പോൾ 10ആയി. 10-10 വെച്ച് നമ്മൾ ഒരു ടോസിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അല്ല നമ്മൾ ജയിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ട് ആൾ ജയിക്കും എന്ന് ഊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അവർ മുൻപ് ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഞാനൊരു പുണ്യാളനായിട്ടൊന്നും പറയുന്നതല്ല, നിങ്ങൾ എന്നെക്കുറിച്ചും പുണ്യാളനാണെന്ന് ഞാൻ സമർത്ഥിക്കല്ല, അത് ജനങ്ങളാണല്ലോ നിശ്ചയിക്കണ്ടേ, തീരുമാനിക്കണ്ടേ. അപ്പോൾ മറ്റൊരു പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനം കാര്യങ്ങളുള്ളതാണല്ലോ. ഈ എന്നെക്കുറിച്ചും ഈ TN ചന്ദ്രനെ കുറിച്ചും ഈ അതുൽ കൃഷ്ണയെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇവരുടെ മുകളിലാണ് എൻ്റെ പേരുദോഷം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇവിടെ വന്നിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതെ, സ്വീകരിക്കും. അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുൽ കൃഷ്ണ പറഞ്ഞത് 15 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്നാണ്. മറ്റുള്ളവർ പറയുന്നത് പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ഒരു അഴകുഴമ്പൻ ഇതാണ് പറഞ്ഞത്. ഈ അവർ 23-ാം തീയതി വരുമ്പോൾ LDF ചിത്രത്തിലില്ല. ഞാൻ ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, BJP ആയിട്ട് ഒരു കൂട്ടിനില്ല. LDFന് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരണം, ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ അത് അവരെ സഹായിക്കുന്നത് BJP-യാണ്. അപ്പോൾ അതിൽ ചേരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് LDF ആണ്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷി LDF ആണ്. അവരോടൊത്ത് സഹകരിക്കാൻ ഞാൻ സമ്മതം പറഞ്ഞു, അവരോട് ചേർന്ന് നിന്നു. അതെ, അതിപ്പോൾ ഈ അതുൽ കൃഷ്ണയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാലോ, അവർ ജില്ലാ നേതൃത്വമായിട്ടും സംസ്ഥാന നേതൃത്വമായിട്ടും ഒരു ധാരണയിൽ എത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കേട്ട പോലെ തന്നെ നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ TN ചന്ദ്രൻ ദിവസമൊന്നും ഞാൻ പറയാൻ പറ്റില്ല, അധികം വൈകാതെ തന്നെ അദ്ദേഹം BJP-ലേക്ക് പോകും. അപ്പോൾ കൂടെ അതായത് ഞാൻ ഉൾപ്പെട്ടിരുന്ന എൻ്റെ കക്ഷിയും അല്ലെങ്കിൽ ആ ഭാഗം 2 ഭാഗമുള്ളൂ, ആ ഇരിക്കുന്ന ഭാഗംകാർ എന്നെ തള്ളിപ്പോ അല്ല, ഈ 23-ാം തീയതിക്ക് ശേഷമാണ് എന്നോട് പറഞ്ഞല്ലോ, ഔസേപ്പ് നീ പ്രസിഡന്റ് ആവില്ല,
ഇങ്ങനെയാണ്, ഇതാണ് നിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ നീ പ്രസിഡന്റ് ആവില്ല. അപ്പോൾ പിന്നെ അവർ വേറെ ആൾ കണ്ടെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് ഉറപ്പുണ്ടല്ലോ, കാരണം വെച്ചാൽ 9, 4, 13 അവരുടെ കയ്യിലിരിക്കുക, ഇവിടെ 10, 1, 11 ഉള്ളൂ. അപ്പം നമ്മൾ പരാജയം ഉറപ്പിച്ചിട്ട് ഇനി ഞാൻ ഇരിക്കുന്നത്. ഇത് 27-ാം തീയതി എന്നാണ് ഞാൻ കത്ത്, ഇതിൽ തന്നെ ഞാൻ മീഡിയയിൽ തന്നെയാണ് കണ്ടത്. അതിൽ 27-ാം തീയതി ഡേറ്റ് ഇട്ടേക്കണേ. 27-ാം തീയതി ഡേറ്റ് ഇട്ട് അത് DCCയിലേക്ക് എല്ലാവരും എത്തിച്ചത് അവർ BJP-ക്കാരുടെ കാൽക്കലാണ് വെച്ചത്. അങ്ങനെയാണ് സാധനം പുറത്തു വരുന്നത്. ഈ സത്യത്തിൽ ഈ മെമ്പർമാർ ശുദ്ധന്മാരാണ്, അവർ പല പുതിയ ആളുകളാണ്. അവർക്ക് പലർക്കും ഇതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ടു. പുതിയ ആളുകളാണ്. ഇത് അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. രാജിയുടെ കാര്യമൊന്നും ഇതിൽ പല മെമ്പർമാർക്കും അറിയില്ല. ഇത് ഒരു പരിധിവരെ സത്യം തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവുള്ളൂ. കാരണം അവരുടെ BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ. BJPക്കാർ സാധാരണ രീതിയിൽ എൻ്റെ മുൻ പരിചയമൊക്കെ വെച്ച് ഒന്നില്ലെങ്കിൽ അവർ ഇത് ബഹിഷ്കരിച്ച് പോകും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കും. അപ്പോൾ അവർ 4 വോട്ട് ഉള്ളെങ്കിൽ ആ 4 വോട്ട് അവർക്ക് കിട്ടിയെന്ന് അവർ ഉറപ്പ് വരുത്തും. ഇപ്രാവശ്യം അവരുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർ അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവർ ആരൊക്കെയാണ് ഇവരെ ഇതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ളത്, ആരാണ് ഇതിൽ നിന്നതെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ സ്വതന്ത്രനായി ജയിച്ച ആളായതുകൊണ്ട് ഇടതുപക്ഷമായി UDFുമായിട്ട് ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. കാരണം ഈ BJPയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്.